നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണിയും തിരിച്ചുവരവിന് കളമൊരുങ്ങുമെന്ന കരുതലിൽ UDFും കരുത്ത് കാണിക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ BJPയും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ആരു വാഴുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ഇനി ബാക്കി. 941 പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ആരംഭിക്കും. വോട്ടെണ്ണലിനായി സംസ്ഥാനത്താകെ 244 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഫലം വരും. ജില്ലാ പഞ്ചായത്തുകളിലേതടക്കം ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർണ്ണഫലം അറിയാനാകും. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 21-നായിരിക്കും. വീറും വാശിയും നിറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളും പൂർത്തിയായതോടെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 73.69% പോളിംഗാണ്. 2020-ൽ 75.95% പോളിംഗ്. അന്തിമ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നേക്കാം. വ്യാഴാഴ്ച നടന്ന 2ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 76.08% വടക്കൻ ജില്ലകളിലെ പോളിംഗ്. 2ാം ഘട്ടത്തിൽ കൂടുതൽ വയനാട് ജില്ലയിലാണ്. 78.03%. കുറവ് തൃശൂരും. 72.48% ജില്ലയിലെ പോളിംഗ്. വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ശുഭപ്രതീക്ഷയോടെ ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി നാളെ അറിയും. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. പട്ടാമ്പി നഗരസഭയിലെ വോട്ടെണ്ണൽ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. പട്ടാമ്പി നഗരസഭയിലെ വോട്ടെണ്ണൽ കേന്ദ്രം പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. ഇതോടൊപ്പം ഓരോ ബൂത്തുകളിലെയും വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 29 ഡിവിഷനിലുള്ള നഗരസഭയിൽ 22 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 3ഓളം കൗണ്ടറുകളായാണ് വോട്ടെണ്ണൽ നടക്കുക. 8:30 മണിയോടെ തന്നെ ആദ്യഫല സൂചനകൾ വന്നു തുടങ്ങും. 11 മണിയോടെ നഗരസഭയുടെ മുഴുവൻ ഫലങ്ങളും അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെണ്ണലിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർ ബെൻഡിറ്റ് വില്യം അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ആവശ്യമായ പോലീസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 100ഓളം ഉദ്യോഗസ്ഥരെയും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. നാളെ 8-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്ന കൗണ്ടിങ് നമ്മൾ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ SSI ബിൽഡിംഗ് വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 3 കൗണ്ടറുകളിലായിട്ടാണ് എണ്ണുക. 10 റൗണ്ടുകളുണ്ടാവും. ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണും. അതിനുശേഷം നമ്മൾ ഓരോ കൗണ്ടറിൻ്റെയും ഓരോ ബൂത്തിൻ്റെയും വീതിയും നമ്മൾ എണ്ണും. അതോടൊപ്പം തന്നെ അന്ന് തന്നെ അപ്പോൾ തന്നെ ഫലം പ്രഖ്യാപിക്കുകയും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് നമ്മൾ ഫോം 26-ൽ അതിൻ്റെ അറിയിപ്പ് കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം 21-ാം തീയതിയാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങ് വെച്ചിരിക്കുന്നത്. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റോ അല്ലെങ്കിൽ കൗണ്ടിങ് ഏജൻറ്റോ അവർക്ക് ആരെങ്കിലും 2 പേർക്ക് അറ്റൻഡ് ചെയ്യാം. പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടെണ്ണൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കും. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പരുതൂർ, മുതുതല, തിരിവേഗപ്പുറ, വിളയൂർ, കൊപ്പം, കുലുക്കല്ലൂർ, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് നടത്തുക. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. ഇതോടൊപ്പം ഓരോ ബൂത്തുകളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ഓരോ പഞ്ചായത്തുകൾക്കും ഓരോ മുറികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആകെയുള്ള വാർഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ടേബിളുകൾ ഒരുക്കുക. പട്ടാമ്പി കോളേജിലെ മെയിൻ ബ്ലോക്കിൽ വെച്ചാണ് വോട്ടെണ്ണൽ. താഴത്തെ നിലയിൽ ഓങ്ങല്ലൂർ, കൊപ്പം പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ നടക്കും. 1ാം നിലയിലെ 4 മുറികളിലായി പരുതൂർ, തിരുവേഗപ്പുറ, മുതുതല, വിളയൂർ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ നടക്കും. 2ാം നിലയിൽ കുൽക്കല്ലൂർ പഞ്ചായത്തിലെ വോട്ടെണ്ണലും നടക്കും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പട്ടാമ്പി ബ്ലോക്ക് കൗണ്ടിംഗ് ഇൻചാർജ് ഓഫീസറും ജോയിന്റ് വീഡിയോയുമായ സാജിദ് പറഞ്ഞു. വോട്ടെണ്ണൽ തുടങ്ങുന്നത് കൃത്യം 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. അതോടനുബന്ധിച്ച് തന്നെ മറ്റു EVM മെഷീനുകളും എണ്ണും. അപ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെയും വാർഡുകളുടെ ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൗണ്ടർ ടേബിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എണ്ണി തുടങ്ങുന്നത്. കൂടുതൽ ബൂത്തുകളുള്ള പഞ്ചായത്തുകളിൽ കൂടുതൽ കൗണ്ടിംഗ് ടേബിളുകളുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് റിസൾട്ട് എത്തുന്ന രീതിയിൽ തന്നെയാണ് ബ്ലോക്ക് ആർ ഇവിടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾക്ക് ഈ ഇത് അപ്പോൾ തന്നെ വിവരം ആർഒന്റെ അതാത് ആർഒമാർ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ആ വിവരങ്ങൾ ട്രെൻഡ് സോഫ്റ്റ്വെയറിലേക്കും അവിടുന്ന് കൗണ്ടിംഗ് സെന്റേഴ്സിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മളത് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മളിവിടെ സജ്ജമാണ്. 8 റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും വോട്ടെണ്ണൽ ഇതോടൊപ്പം നടക്കും. അതാത് റിട്ടേണിംഗ് ഓഫീസർമാർ ഫലങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അപ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ദിവസമാണ് നാളെ. അതിന്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് ആർഒമാരുടെ കൗണ്ടിംഗ് റൂംസ് ഉണ്ട്. ആ റൂംസുകളിൽ നിന്നാണ് അവരെണ്ണുന്ന പഞ്ചായത്തുകളുടെയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അവരാ പഞ്ചായത്തുകളിൽ വരുന്നതിൻ്റെയും കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരേ മെഷീനിൽ തന്നെയാണല്ലോ നമ്മുടെ ബ്ലോക്കും ജില്ലയും ഗ്രാമപഞ്ചായത്തുകളും വരുന്നത്. അപ്പോൾ 8 ആർഒമാരാണ് നമുക്കിവിടെ നിലവിൽ നാളെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 7 പഞ്ചായത്തുകൾക്കുള്ള ഓരോ ആർഒമാരും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആർഒവും ഇവിടെ ഉണ്ട്. ബ്ലോക്ക് ഡിവിഷനുകളുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പറയുന്നത് ബ്ലോക്ക് ആർഒ ആണ്. അതേപോലെ തന്നെ പഞ്ചായത്തുകളുടെ വാർഡുകളുടെ ഓരോ പഞ്ചായത്തിലെയും അതാത് ആർഒമാരാണ് അവരുടെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ ബ്ലോക്ക് ആർഒയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയിൽ ഇത്തവണ 75.39% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായത്. പട്ടാമ്പി നഗരസഭയിൽ ഇത്തവണ 75.39% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 2.5% പോളിംഗ് ആണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത്. 24,305 വോട്ടർമാരിൽ 18,324 പേർ വോട്ട് രേഖപ്പെടുത്തി. നഗരസഭയിൽ ഒരു ട്രാൻസ്ജെൻഡറും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020 77.93% നഗരസഭയിലെ പോളിംഗ് ശതമാനം. 2020 22,834 പേരായിരുന്നു നഗരസഭയിലെ വോട്ടർമാർ. എന്നാൽ ഇത്തവണ 24,305 ഉയർന്നു. മിക്ക വാർഡുകളിലും 1000-ൽ താഴെയാണ് വോട്ടർമാർ. വോട്ട് ശതമാനത്തിന്റെ കുറവ് ഏത് മുന്നണിയെ സഹായിക്കുമെന്നതും ഉറ്റുനോക്കുകയാണ്. നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയിൽ ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള ലക്ഷ്യത്തോടെയാണ് UDF പ്രചരണത്തിനിറങ്ങിയിരുന്നത്. തുടർ ഭരണമാണ് LDF ലക്ഷ്യമിടുന്നത്. മാറ്റത്തിനായി BJPയും വലിയ പരിശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ ചരക്ക് കയറ്റി വന്നിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ടയർ പൊട്ടിയതോടെ ടൗൺ ഗതാഗത കുരുക്കിലമർന്നു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. ഗതാഗത കുരുക്കിലമർന്ന് പട്ടാമ്പി പട്ടണം. രാവിലെ പട്ടാമ്പി ടൗണിൽ ലോറി യന്ത്ര തകരാറിനെ തുടർന്ന് കുടുങ്ങിയതോടെയാണ് ഗതാഗത കുരുക്കിൽ ടൗൺ അമർന്നത്. രാവിലെ 8:30 മണിയോടെയാണ് ഗതാഗത കുരുക്ക് ആരംഭിച്ചത്. പട്ടാമ്പി ടൗണിൽ നിന്നും മേലെ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ് സമീപത്ത് തകരാറിലായി നിന്നത്. ഇതോടെയാണ് ടൗൺ ഗതാഗത കുരുക്കിലേക്ക് നീങ്ങിയത്. മേലെ പട്ടാമ്പിയിൽ യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായി. 3 മണിക്കൂറോളമാണ് ഗതാഗത കുരുക്ക് നീണ്ടു നിന്നത്. ഇപ്പോഴും വാഹനം നേരേക്ക് വരുന്നതേയുള്ളൂ. ഗതാഗതക്കുരുക്കിന് അല്പം ശമനമുണ്ടെങ്കിലും പൂർണ്ണമായും ഗതാഗതക്കുരുക്ക് ഒഴിഞ്ഞിട്ടില്ല. മേലെ പട്ടാമ്പി മുതൽ ടൗണിലേക്കുള്ള റോഡ് നിർമ്മാണവും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുകയാണ്.
പെരിങ്ങോട് സ്വദേശി സുരേഷ് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റൊരാൾ ചെയ്ത് സ്ഥലം വിട്ടു. പ്രിസൈഡിംഗ് ഓഫീസറെ കൂട്ടുപിടിച്ച CPM പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണവുമായി BJP രംഗത്ത്. നാഗിലശ്ശേരി പഞ്ചായത്തിലെ 9ാം വാർഡായ തെക്കേ തൊഴുക്കാട് ALP സ്കൂളിലെ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. പെരിങ്ങോട് സ്വദേശി അക്കരക്കാട്ടിൽ വീട്ടിൽ സുരേഷിന്റെ വോട്ടാണ് മറ്റൊരു വ്യക്തി ചെയ്ത് മടങ്ങിയത്. സുരേഷ് വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിലെത്തിയപ്പോഴാണ് 743 ക്രമനമ്പറിൽ തന്റെ വോട്ട് മറ്റൊരാൾ ചെയ്ത് മടങ്ങിയതായി അറിയുന്നത്. പോളിംഗ് ഏജന്റുമാരായി ബൂത്തിലിരുന്നവർക്കും കള്ളവോട്ട് നടക്കുന്നത് മനസ്സിലാക്കാനായില്ല. പോളിംഗ് ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് ആളെ തിരിച്ചറിയുന്നതിലും കുറ്റകരമായ വീഴ്ച വരുത്തിയതായാണ് നിഗമനം. അനിശ്ചിതത്വങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ യഥാർത്ഥ വോട്ടർക്ക് ബാലറ്റ് പേപ്പർ നൽകി ടെൻഡേഡ് വോട്ട് ചെയ്ത് പ്രത്യേകം കവറിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ടെൻഡേഡ് വോട്ടുകൾക്ക് ഏറെ പരിമിതികളും സുതാര്യക്കുറവുമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് BJPയും രംഗത്തെത്തി. പോളിംഗ് ഏജന്റുമാർക്ക് വോട്ടർമാരുടെ മുഖം കാണാതെ പുറകുവശം കാണാവുന്ന രീതിയിലായിരുന്നു സംഭവ സമയത്ത് സീറ്റുകൾ ക്രമീകരിച്ചിരുന്നതെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറെ കൂട്ടുപിടിച്ച് CPM കള്ളവോട്ട് ചെയ്തുവെന്ന് BJP നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസറും 3 ഉദ്യോഗസ്ഥരുടെയും നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബൂത്ത് ഏജൻസിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വിളിച്ച വ്യക്തിയുടെ പുറംഭാഗം മാത്രമാണ് നമ്മുടെ ബൂത്ത് ഏജന്റ് കണ്ടത്. അതുകൊണ്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം വോട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു വിഷയം വന്നതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉള്ളിൽ പോയിട്ട് ബൂത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് സീറ്റിംഗ് രീതി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സാധാരണഗതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഇരിക്കുന്നതിന്റെ ബാക്കിലാണ് ബൂത്ത് ഏജൻസിന് ഇത് കൊടുക്കുക. അതായത് വോട്ട് ചെയ്യുന്ന ആളെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് മുഖം കാണണം എന്നാണ് അതിന്റെ വ്യവസ്ഥ. ആ വ്യവസ്ഥയിലും പ്രിസൈഡിംഗ് ഓഫീസർ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അറിയിക്കും. കള്ളവോട്ടിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ചാലുശ്ശേരി പോലീസിലും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി പോസ്റ്റർ ഒട്ടിക്കാനും വീട് കയറാനും എല്ലാവരും കൂടെയുണ്ടായി. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം പാതി വഴിയിൽ ഒഴിവാക്കി. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് ദിവസത്തെ ദുരനുഭവം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിഭവവും പ്രതിഷേധവുമായി പങ്കുവച്ചത്. ചിത്രങ്ങളും പ്രതിഷേധക്കുറിപ്പും വലിയ ചർച്ചയായി. തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിന് ശക്തമായ പ്രതിഷേധം വോട്ടർമാരെ അറിയിക്കാൻ തന്നെയാണ് പ്രസ്താവന നടത്തിയതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥിക്ക് നോട്ടീസും പോസ്റ്ററും ഒട്ടിച്ചതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നതായി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. പ്രചാരണത്തിനും പ്രവർത്തകർ കൂടെയുണ്ടായിരുന്നു. വോട്ടെടുപ്പിന് ബൂത്തിനകത്ത് ഏജന്റും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയുടെ തെറ്റിദ്ധാരണ മൂലമോ മറ്റെന്തെങ്കിലും താൽപര്യം മൂലമോ ആകാം ഈ പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ കലാസംവിധാനത്തിലൂടെ സംസ്ഥാന അവാർഡ് ജേതാവായ ചാലിശ്ശേരി സ്വദേശി അജയൻ പഞ്ചായത്ത് 14ാം വാർഡ് ബൂത്തായ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രം ഐ ആം ഗെയിം എന്ന സിനിമയുടെ എറണാകുളത്തെ ലൊക്കേഷനിൽ നിന്നാണ് അജയൻ ചാലിശ്ശേരി വോട്ട് ചെയ്യാനെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് മാതാവ് മീനാക്ഷി, സഹധർമ്മിണി സബിത, ഇളയ മകൻ യുവ എന്നിവരോടൊപ്പമാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പിൽ ഏത് വ്യക്തിയോ പാർട്ടിയോ വിജയിക്കും എന്നതല്ല, ആര് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാലും തങ്ങൾ വിജയിച്ച മണ്ഡലത്തിൽ ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ പ്രദേശത്തിനും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയണമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു. കാലഘട്ടത്തിൽ എല്ലാത്തരം ജനങ്ങളോടും വളരെ സപ്പോർട്ടീവായി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടിന് എന്തൊക്കെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വളരെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെയാണ് നമുക്ക് വേണ്ടത്. ചാലിശ്ശേരി ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും എന്തൊക്കെ വികസനങ്ങളാണ് നടത്തേണ്ടതെന്ന് അതിന് കൂട്ടായ്മയായിട്ട് അതെങ്ങനെ നന്നായി നടത്താൻ പറ്റും എന്നുള്ളതിൻ്റെതായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ വേണ്ടി വളരെ അർപ്പണബോധത്തോടു കൂടിയിട്ട് അവരുടെ ഈ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കണമെന്ന് വളരെ സന്തോഷമായി. എന്തായാലും ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കാലങ്ങൾക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര കാര്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.